ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സിദ്ധാർത്ഥ് ആനന്ദിന്റെ നെക്സ്റ്റ് പടം ഫൈറ്റർ. ഹൃതിക് റോഷനാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദീപിക പദുക്കോണാണ് ലേഡി സൂപ്പർ സ്റ്റാർ ഒക്കെ ആയിട്ട് ഇതിൽ വന്നിട്ടുള്ളതൊക്കെ. സോ ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു പടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റോറി വൈസ് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ഇതുപോലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർ വാർ മൂവി എന്നൊന്നും പറയത്തക്ക രീതിയിലുള്ള ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒരു ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ടോം ക്രൂസിൻ്റെ ടോപ്പ് ഗൺ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അത്രയും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പെർഫെക്റ്റ് എയർ വാർ മൂവി. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദീപിക പദുക്കോൺ എനിക്ക് ഏ ജവാനിക്ക് ശേഷം എനിക്ക് ഇത്രയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൃതിക് റോഷൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല, എന്ത് കൊടുത്തു കഴിഞ്ഞാലും കട്ടയ്ക്ക് നിന്ന് ചെയ്തോളും. അതുപോലെ തന്നെ ദീപിക പദുക്കോണിൻ്റെ അമ്മയായിട്ട് വന്നിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. അവർക്ക് ആകെ 1-2 സീനേ ഉള്ളൂ. അവർ വന്ന് നിന്ന് വിങ്ങുന്ന 2 സീനിൽ അറിയാതെ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും. കാരണം അത്ര നല്ല രസമായിട്ട് അത് മുഖത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ അത് ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ അനിൽ കപൂർ, എന്താ പെർഫോമൻസ്, ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പണി വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. എടുത്തു പറയാനുള്ളത് സിദ്ധാർത്ഥ് ആനന്ദാണ്. അദ്ദേഹം ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമ എടുത്തു നോക്കിയാലും കാണാം ഈ ഒരു പ്ലെയിൻ ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയിലും കാണാം. ഇപ്പോൾ ഇതിന് മുന്നത്തെ സിനിമയായിട്ടുള്ള പത്താനിൽ ഒരു ജെറ്റിൻ്റെ പരിപാടികൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാറിൽ ഒരു ചെറിയൊരു സീക്വൻസ് എയറോപ്ലെയിൻ ബേസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര മികച്ച പെർഫെക്റ്റിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഒരുപാട് സാധനങ്ങൾ പുതിയത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് സിദ്ധാർത്ഥ് ആനന്ദ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് അദ്ദേഹം 100% വെട്ടിപ്പായിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിലും മികച്ചത് ഇനിയും വരും. പക്ഷെ നിലവിൽ ഇതിനെ വെല്ലുന്നൊരു സിനിമ വേറെ ഇല്ല ഇന്ത്യൻ സിനിമയിൽ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സ്റ്റോറി ചെയ്തിരിക്കുന്നത് റോമോൻ ചിബ്, അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ആനന്ദും കൂടിയിട്ടാണ്. സ്റ്റോറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആസ് യൂഷ്വൽ ഒരു ആവറേജ് ഒരു മിലിറ്ററി സ്റ്റോറി. പക്ഷേ ഗൂസ് ബം മൊമെന്റ്സ് ഒരുപാടുണ്ട്. അത് ഈ സംവിധാനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു രീതികൾ കൊണ്ടും അതുപോലെ തന്നെ ആ സമയത്ത് വെക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുണ്ടല്ലോ, അത് അതേപോലത്തെ വെട്ടിച്ചില് സാധനങ്ങളാണ്. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, വില്ലനും കുറച്ച് സീൻസിലുള്ളൂ എന്നുണ്ടെങ്കിലും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലനാണ്. അത്യാവശ്യം ചെറിയ നല്ല 1-2 ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഡയലോഗുകൾ എഴുതിയിരിക്കുന്നത് ഹസൻ ദലാൽ അതുപോലെ അബ്ബാസ് ദലാൽ, ഇവർ രണ്ടുപേരാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഈ നാഷണൽ സംഭവം ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ക്രിഞ്ചടിപ്പിക്കുന്ന പരിപാടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡയലോഗ്സ് ഒന്നും ഈ ഒരു സിനിമയിൽ ഞാൻ കണ്ടില്ല. സബ് ടൈറ്റിൽ അവൈലബിൾ ആയിരുന്നു. എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. പറയുന്ന ഓരോ കാര്യങ്ങളും ഗംഭീരമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിക്കാണ് അവരത് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി സജിത് പൗലോസ് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആള് വൃത്തിക്ക് പണിയെടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഹൃതിക് റോഷനെ പകർത്തിയിരിക്കുന്നത്, ദീപിക പദുക്കോണിനെ പകർത്തിയിരിക്കുന്നത്, എല്ലാവരും അനിൽ കപൂറിന് കൊടുത്തിരിക്കുന്ന കുറേ ഷോട്ടുകൾ എൻ്റെ അമ്മ ഒന്നും പറയണ്ട, എല്ലാം ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് എവിടെയും തോന്നിയിട്ടില്ല. അതുപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സഞ്ജിത് ബൽഹാര ആൻഡ് അങ്കിത് ബൽഹാര, എല്ലാവരും ഏട്ടനനിയന്മാരൊക്കെയാണ് തോന്നുന്നുണ്ട്. അതുപോലെ സോങ്സ് ചെയ്തിരിക്കുന്നത് വിശാൽ ഡാഡ്ലനെയും ശേഖറും കൂടിയിട്ടാണ്. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, സ്കോറുകളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പാട്ടുകൾ ഇട്ട് വെറുപ്പിച്ചിട്ടില്ല. ആകെ ഒരു പാട്ട് സിനിമയ്ക്ക് ഇടയ്ക്ക് ഒന്ന് വരുന്നുണ്ട്, ഒരു പാർട്ടി സോങ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു രണ്ടാമതൊരു പാട്ട് വീഡിയോ സോങ് ആയിട്ട് നേരത്തെ തന്നെ അവൈലബിൾ ആയിരുന്നു. അത് പടത്തിൻ്റെ എൻഡിൽ വരുന്ന സംഭവമാണ്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഹിന്ദിയിൽ ഇപ്പോൾ ജവാൻ ഇറങ്ങി, പത്താൻ ഇറങ്ങി, ടൈഗർ 3 ഇറങ്ങി, ഇതൊക്കെയാണ് മെയിൻ എൻ്റർടൈൻമെൻറ്റ് പടങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് അതിനേക്കാളിലൊക്കെ ഗംഭീരമായിട്ട് വർക്കായിട്ടുള്ള ഒരു സിനിമയാണ് ഫൈറ്റർ എന്ന് പറയുന്നത്. ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടുള്ള എല്ലാ ചേരുവകളും അടങ്ങിയിട്ടുള്ള ഒരു ഗംഭീര ട്രീറ്റ് തന്നെയായിരിക്കും ഈ ഒരു സിനിമ. കേരളത്തിൽ എത്രത്തോളം വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ടോം ക്രൂസിൻ്റെ പടങ്ങളൊക്കെ കണ്ട് ശീലിച്ചവർക്ക് ആ ഒരു രീതിയിൽ എത്തിയില്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കും. പക്ഷേ ഞാൻ പറയുന്നു, ഇന്ത്യൻ സിനിമയിൽ ഇതുപോലത്തെ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി ഫൈറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.